Hello, hi, assalamu alaikum, welcome back to my channel. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് ഗാർലിക് ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സ് കൊണ്ട് നമുക്ക് 8 പീസ് ബ്രെഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ദെൻ 2 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ടുള്ള ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് മുന്നേ എടുത്തു വെച്ചതാണ്. ഉണ്ടാക്കുന്നതിന് കുറച്ച് മുൻപ് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ചതാട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മെൽറ്റായിട്ട് കിട്ടുകയും ചെയ്യും. ദെൻ അതിലോട്ട് 1.5 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് രണ്ടും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് ഞാൻ കുറച്ച് സാൾട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാൾട്ടഡ് ബട്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ദെൻ അതിലോട്ട് ഒരു 2 ടീസ്പൂണോളം മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയിലയുടെ തണ്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, ലീഫ് മാത്രം കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്തെടുത്ത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണൽ ആട്ടോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രെഡിൽ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബ്രെഡിൻ്റെ ഒരു സൈഡിൽ മാത്രമേ നമ്മളത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാൻ എല്ലാ സൈഡിലും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡുകളൊന്ന് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാ ഞാൻ എല്ലാ ബ്രെഡിലും ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു പാൻ വെച്ചിട്ട് നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഏത് സൈഡിലാണോ തേച്ചിട്ടുള്ളത് ആ സൈഡ് അടിയിലേക്ക് ആക്കി വെച്ചിട്ട് വേണം നമ്മളിത് ഫസ്റ്റ് ടോസ്റ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിതൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ബ്രെഡിൻ്റെ സ്ലൈസസ് വെച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് വരും മുകൾ ഭാഗമൊക്കെ. അപ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കട്ടെ, അധികം കരിയാതെ നോക്കുക. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നന്നായിട്ട് ടോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് സൈഡ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ അടിഭാഗത്ത് വെച്ചിട്ടുള്ള ആ സൈഡ് നന്നായിട്ട് ക്രിസ്പി ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളതിൻ്റെ മുകളിൽ കുറച്ച് ചീസും കൂടിയിട്ട് ആഡ് ചെയ്തിട്ടാണ് ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ചീസ് വെച്ചതിന് ശേഷം ഒന്ന് കവർ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് കുട്ടികൾക്കും കഴിക്കാൻ ഇഷ്ടമാവും. അപ്പോൾ ഇതാ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.